ഇന്ന് കുറച്ച് റംബുട്ടാൻ പറിക്കാൻ പോവാം. മുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യം കയ്യെത്തുന്നത് പറിക്കാം. ഈ റംബുട്ടാന് ഉഷ്ണമേഖല പഴമാണ്. നമ്മുടെ നാട്ടിലും ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇത് മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലാൻഡ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. റംബുട്ടാൻ എന്ന പേര് മലയാളം ഭാഷയിൽ തലമുടി എന്നർത്ഥമുള്ള റംബൂട്ട് എന്ന വാക്കിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഈ പഴത്തിൻ്റെ പുറംതൊലിയിൽ മൃദുവായ മുള്ളുകൾ കാണപ്പെടുന്നുണ്ടല്ലോ. മഞ്ഞയും ചുവപ്പും കളറുകളിൽ കാണാറുണ്ട്. ഇത് ചുവപ്പ് കളറുള്ളതാണ്. മുകളിൽ ഇനിയും പറിക്കാനുണ്ട്. തൽക്കാലം ഇത്ര മതി. ഇതിൽ വിറ്റാമിനുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഫൈബർ, ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുമ്പോൾ കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് കഴിക്കണം. വായ കൊണ്ട് കടിച്ച് മുറിക്കരുത്. കുട്ടികൾക്കുണ്ട് അങ്ങനെ ഒരു കഴിക്കൽ. ഇത് കണ്ടോ, അത് നല്ല കാമ്പുണ്ട്, നല്ല മധുരം ഉണ്ടാവും. ഇങ്ങനെ വെറുതെ എടുത്തും കഴിക്കാം, ജ്യൂസാക്കിയും കഴിക്കാം. അതുപോലെ ജാം, ജെല്ലി, ഐസ്ക്രീം എന്നിവയിലും ഉപയോഗിക്കാം. റംബുട്ടാൻ നല്ല രുചിയുള്ളതാണെങ്കിലും അമിതമായി കഴിക്കരുത്. പഞ്ചസാരയുടെ അളവ് കൂടുതലാണ്. ഇത് കഴിക്കുമ്പോൾ അപകട സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുരു കളഞ്ഞ് തൊലി കളഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങി അപകടത്തിന് കാരണമാകും.